നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തിന് പുറമെ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളിൽ സജീവമാവുകയാണ്. ആകർഷകമായ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പ്രവാസികളെ ഉൾപ്പെടെ ഇത്തരം സംഘങ്ങൾ വലയിലാക്കി കച്ചവടം നടത്താൻ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ വെച്ചു പൊറുപ്പിക്കാത്ത ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ശിക്ഷകളാണ് ഇവർ പിടിക്കപ്പെട്ടാൽ വിധിക്കുക. മയക്കുമരുന്ന് കടത്തിയതിന് സൗദിയിൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇത്തരം മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ UAE-യിൽ പിടിമുറുക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. പോലീസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഓൺലൈനിലൂടെയുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ. ഇപ്പോൾ വാട്സാപ്പ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയ 500 പേരെ ഷാർജ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഷാർജ പോലീസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ ഇബ്രാഹിം അൽ അലജ് ആണ് ഇക്കാര്യം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് 912 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ലഹരി ഉപയോഗം, വ്യാജ ഉൽപ്പന്നങ്ങൾ, നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിച്ചതിന് 124 സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾക്കും വെബ്സൈറ്റുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശങ്ങൾ അയച്ചാണ് മയക്കുമരുന്ന് മാഫിയകൾ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത്. ഹാഷിഷ്, ക്രിസ്റ്റൽ മെത്ത്, ഹെറോയിൻ എന്നിവയുൾപ്പെടെ വിവിധ ലഹരി പദാർത്ഥങ്ങളാണ് തട്ടിപ്പ് സംഘം വിതരണം ചെയ്യുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ, വെബ്സൈറ്റുകൾ, സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എന്നിവ കർശന നിരീക്ഷണത്തിലാണ്. സൈബർ കുറ്റവാളികളെ പിടികൂടുന്നതിനായി പോലീസിന്റെ ഓൺലൈൻ പട്രോളിംഗ് 24 മണിക്കൂറും പ്രവർത്തനക്ഷമമാണ്. ഇതിനകം 800ഓളം ഓൺലൈൻ തട്ടിപ്പുകൾ പട്രോളിംഗ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ, ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും നമ്പറുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും അൽ അലജ് നിർദ്ദേശിച്ചു. UAE-യിൽ മയക്കുമരുന്ന് മാഫിയകളെ ചെറുക്കാൻ പോലീസുമായി സഹകരിക്കണമെന്ന മയക്കുമരുന്ന് വിരുദ്ധ വകുപ്പ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ മാജിദ് അൽ അസം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ പ്രവർത്തികൾ കണ്ടാൽ 8004 654 പോലീസ് ആപ്പ്, വെബ്സൈറ്റ് അല്ലെങ്കിൽ dea@shjpolice.gov.ae എന്ന ഇമെയിൽ വിലാസത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾക്കായി ഏതെങ്കിലും സ്ഥാപനവുമായി ഇടപെടുന്നതിന് മുൻപ് അവ അംഗീകൃതമാണെന്ന് ഉറപ്പാക്കണം. സാമ്പത്തിക ലാഭത്തിനായി ഓൺലൈനിലൂടെ വ്യാജ പേരുപയോഗിച്ചുകൊണ്ട് സ്വത്തുക്കൾ, ആനുകൂല്യങ്ങൾ, ഒപ്പ്, ഔദ്യോഗിക രേഖകൾ എന്നിവ നേടിയെടുക്കാനായി ശ്രമിക്കുന്നവർക്ക് 2.5 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയും 1 വർഷം വരെ ജയിൽ ശിക്ഷയും ലഭിക്കും. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിനായി സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ഓർമ്മിപ്പിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.